പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിൽ ഈ അത്ഭുത അൾത്താരയിൽ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിലേക്ക്, ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിലേക്ക് നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ നിയോഗങ്ങളെയും ഞാൻ സ്നേഹപൂർവം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരിക. പ്രിയപ്പെട്ട മക്കളെ, കർത്താവായ ഈശോ ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത് വിമോചനം നൽകാനാണ്, ബന്ധനങ്ങൾ എടുത്തു മാറ്റാനാണ്, തടസ്സങ്ങൾ എടുത്തു മാറ്റാനാണ്. നിങ്ങളുടെ ഭയങ്ങളും ആകുലതകളും അകാരണ ദുഃഖങ്ങളും വിഷാദങ്ങളും മാനസിക രോഗങ്ങളും മാനസിക തകർച്ചകളും സമ്പത്തിൻ്റെ തകർച്ചകളും നിരന്തരമുള്ള രോഗങ്ങളും കഷ്ടതകളും ബന്ധങ്ങളിൽ വരുന്ന വിള്ളലുകളും അതൊക്കെ ബഹിഷ്കരിക്കാൻ, ശാസിക്കാൻ, ബന്ധിക്കാൻ, ആട്ടിപ്പായിക്കാൻ കർത്താവായ ഈശോ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുക. ഈ പ്രയാസങ്ങളും സങ്കടങ്ങളും ആകുലതകളും ഉള്ളവർ ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ഈശോയെ എന്ന് വിളിച്ചാൽ മതി. ഈ ശുശ്രൂഷയെ നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസാക്കിയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തും സുവിശേഷ വേലയിൽ പങ്കാളികളാകുമ്പോൾ ഈശോ എന്ന് വിളിക്കുമ്പോൾ തന്നെ ശക്തനായ കർത്താവായ യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ അലട്ടുന്ന, നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല ശക്തികളും ആ നാമത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കപ്പെടും. നിങ്ങളെ ഉപദ്രവിക്കുന്ന ശത്രുക്കൾ, ശത്രുദോഷങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, രോഗാണുക്കൾ, നാരകീയശക്തികൾ, അന്ധകാര സേനകൾ, നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ, വിഷാദ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, മനത്തകർച്ചകൾ, കുടുംബ തകർച്ചകൾ, കല്യാണ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ആകാശത്തിനും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല ശക്തികൾ, സകല നെഗറ്റീവ് എനർജികൾ നിങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. നിങ്ങളുടെ വാഹനങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുമക്കൾ, അവരുടെ പഠനങ്ങൾ, അവരുടെ ജീവിതങ്ങൾ, നിങ്ങളുടെ കുടുംബനാഥന്മാർ, പ്രത്യേകിച്ച് ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഒറ്റപ്പെട്ടു പോയിരിക്കുന്നവർ, അവരിലേക്ക് ഈ പ്രാർത്ഥനയുടെ വലിയൊരു അഭിഷേകം വരട്ടെ. ആരുമില്ല സഹായിക്കാൻ, എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുന്നവർ, തൊഴിൽ മേഖലകളിൽ ഒറ്റപ്പെട്ടു പോയവർ, എന്ത് ചെയ്യണമെന്നറിയാതെ തൊഴിൽ മേഖലയിലുള്ള ശത്രുക്കൾ, അവിടെയുള്ള തകർച്ചകൾ, എന്ത് ചെയ്തിട്ട് ശരിയാകാത്ത അവസ്ഥ, ആ മേഖലകളിലേക്ക് കർത്താവ് ഇറങ്ങി വരികയാണ്. മദ്യപാനം, ജീവിത പങ്കാളിയുടെ മദ്യപാനം, മക്കളുടെ മദ്യപാനം, എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന കുടുംബങ്ങൾ, ആ പിശാച് ബാധയെ, ആ തിന്മയെ, കാരണം ആ തിന്മ വന്നിരിക്കുന്നത് ഭയങ്കരമായ ദുരാത്മാക്കളുമായിട്ടാണ്. അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കുടുംബത്തെ തകർക്കണം, സമ്പത്ത് തകർക്കണം, ആരോഗ്യം തകർക്കണം, നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയണം. ആ ഒരു പിശാചാണ് മദ്യത്തിലൂടെ, ലഹരിയിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ നുഴഞ്ഞു കയറിയിട്ടുള്ളത്, അല്ലെങ്കിൽ നുഴഞ്ഞു കയറാൻ കാത്തിരിക്കുന്നത്. തെറ്റായ ബന്ധങ്ങളും വ്യഭിചാരത്തിൻ്റെ ദുർഭൂതങ്ങളും മദ്യപാനം പോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്നതാണ്, നമ്മുടെ ആധ്യാത്മികതയെ തകർക്കുന്നതാണ്. ഇവ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റും, ദൈവകൃപയിൽ നിന്ന് അകറ്റും. അങ്ങനെ നമ്മൾ ശപിക്കപ്പെട്ടവരാകും. യഥാർത്ഥത്തിൽ ആളുകളുടെ ശാപമല്ല നമുക്ക് ദോഷം വരുത്തുന്നത്, നമുക്ക് ദോഷം വരുത്തുന്നത് ദൈവകൃപയുടെ അഭാവമാണ്. ആളുകളുടെ ശാപങ്ങൾ, ദൈവകൃപ നമ്മളിലുണ്ടെങ്കിൽ നമ്മളിൽ അത് ഫലിക്കില്ല. ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അസൂയകളോ കണ്ണുവെക്കലുകളോ ശാപവാക്കുകളോ നമ്മളെ തൊടുകയില്ല. എന്നാൽ ദൈവകൃപയിൽ നിന്ന്, ദൈവത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ, ദൈവകൃപയിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്, പള്ളിയിൽ നിന്ന്, കൂതാശകളിൽ നിന്ന്, കൂട്ടായ്മകളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ നമുക്ക് ദൈവകൃപ നഷ്ടപ്പെടും. യഥാർത്ഥത്തിൽ
ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും വലിയ ശാപമെന്ന് പറയുന്നത് ദൈവകൃപയുടെ അഭാവമാണ്. അതായത് വെളിച്ചത്തിൻ്റെ അഭാവമാണ്, ദൈവ സാന്നിധ്യത്തിൻ്റെ അഭാവമാണ്. അവിടെ നാരക ശക്തികൾ, തിന്മയുടെ അരൂപികൾ, ദുഷ്ടാരൂപികൾ, രോഗാണുക്കൾ, ശാപങ്ങൾ അവ നമ്മുടെ ജീവിതത്തിൽ പ്രബലപ്പെടുകയും നമ്മളെ നിരാശയിലേക്കും പടുകുഴിയിലേക്കും സാമ്പത്തിക കുരുക്കിലേക്കും കടബാധ്യതകളിലേക്കും ജോലി തടസ്സങ്ങളിലേക്കും എല്ല് രോഗങ്ങളിലേക്കും വിഷാദ രോഗങ്ങളിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും. പ്രിയപ്പെട്ട മക്കളെ, അപ്പോൾ ഈ ഡെലിവറൻസ് എന്ന് പറയുന്നത്, ഈ വിടുതൽ എന്ന് പറയുന്നത് ദൈവകൃപയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന അഹങ്കാരം, തലക്കനം, ഞാനെന്ന ഭാവം അവയെല്ലാത്തിനെയും ബന്ധിക്കുകയാണ്. അതോടൊപ്പം തന്നെ ദൈവകൃപയെ തകർക്കാൻ വേണ്ടി വരുന്ന വ്യക്തികളിലൂടെ, വസ്തുക്കളിലൂടെ, സ്വാധീനങ്ങളിലൂടെ കടന്നു വരുന്ന പൈശാചികമായ അരൂപികളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ശാസിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങളുടെ മേൽ വരട്ടെ. ഇന്നേ ദിനം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുക, സംരക്ഷിക്കപ്പെടുക. ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ സമ്പത്തിനെ, നിങ്ങളുടെ യാത്രകളെ, നിങ്ങളുടെ നിയോഗങ്ങളെ കർത്താവ് ഏറ്റെടുക്കുക, ഈശോനെ സമർപ്പിക്കുക. വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ വിടുതൽ കിട്ടുന്നുണ്ട്. നിരവധി ദുരാത്മാക്കളെ കർത്താവ് ബന്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. രോഗാണുക്കളെ കർത്താവ് ബന്ധിക്കുന്നുണ്ട്. സോറിയാസിസിനെ കർത്താവ് ബഹിഷ്കരിക്കുന്ന കാണുന്നുണ്ട്. ക്യാൻസറിനെ, ട്യൂമറിനെ, ലിവർ സംബന്ധമായ രോഗങ്ങളെ, രക്തസ്രാവ സംബന്ധമായ രോഗങ്ങളെ ഈ ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ, ഇത് കേൾക്കുമ്പോൾ തന്നെ അനവധി പേർക്ക് വിടുതൽ കൊടുക്കുന്നുണ്ട്, രോഗശാന്തി കൊടുക്കുന്നുണ്ട്. കടബാധ്യതകളുടെ കാര്യങ്ങളിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. സ്ഥലത്തിൻ്റെ, കച്ചവടത്തിൻ്റെ തടസ്സങ്ങൾ മാറുന്നതായിട്ട്, യേശു നാമത്തിൽ മാറുന്നതായിട്ടുള്ള അഭിഷേകം കിട്ടുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ പഠനം, സ്വഭാവ വൈകല്യം, മൊബൈൽ ഫോണിൻ്റെ അടിമത്തം, അനുസരണക്കേടിൻ്റെ ദുരാത്മാവ്, വിവേകമില്ലായ്മയുടെ ദുരാത്മാവ്, പ്രൂഡൻസ് ഇല്ലായ്മയുടെ ദുരാത്മാവ് ഈശോ ബന്ധിക്കുന്നിട്ട് കാണുന്നുണ്ട്. കാരണം ഈ പ്രാർത്ഥന കൂടുമ്പോൾ തന്നെ നിങ്ങൾ എളിമപ്പെടുകയാണ്, നിങ്ങൾക്ക് തുറവ് ലഭിക്കുക. നിങ്ങൾ എളിമപ്പെടുമ്പോൾ, തുറവ് ലഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ ആത്മാവ്, വിടുതലിൻ്റെ ആത്മാവ്, വിമോചന പ്രാർത്ഥനയുടെ ആത്മാവ് നിങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്നതായിട്ട് കാണുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ച വചനം, യേശുവിൻ്റെ വചനം, നമുക്ക് ഈ വചനം തന്നെ നിങ്ങൾക്ക് വിടുതൽ നൽകിയാണ്. സങ്കീർത്തനം 79 അധ്യായം 11, 12, 13 വചനങ്ങളാണ്. ശ്രദ്ധയോടെ ആ വചനങ്ങൾ നമുക്ക് കേൾക്കാം. ബന്ധിതരുടെ ഞെരുക്കം അങ്ങയുടെ സന്നിധിയിൽ എത്തട്ടെ. നമ്മുടെ നെടുവീർപ്പ്, നമ്മുടെ കണ്ണുനീര്, നമ്മുടെ പ്രാർത്ഥന, വിട്ടുമാറാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നിങ്ങളുടെ ആ ഞെരുക്കം, നിങ്ങളുടെ ആ നെടുവീർപ്പ്, നിങ്ങളുടെ ഉൾഭയം, ആകുലത, വിഷമങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തട്ടെ. കർത്താവേ, അങ്ങയുടെ ശക്തി രക്ഷിക്കപ്പെടട്ടെ. വിധിക്കപ്പെട്ടവരെ അങ്ങയുടെ ശക്തി രക്ഷിക്കട്ടെ. കാരണം ദൈവത്തിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ മേൽ ശാപങ്ങൾ വരിക, കെട്ടുകൾ വരിക, ബന്ധനങ്ങൾ വരിക, നാരക ശക്തികൾ നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കുക, അതിൻ്റെ സ്വാധീന വലയത്തിലേക്ക് വീണു പോകുക. എന്നാൽ ഈ വചനത്തിൻ്റെ ശക്തിയാൽ അവരെല്ലാവരും രക്ഷിക്കപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളുടെ അയൽക്കാർ അങ്ങയെ നിന്ദിച്ചതിന് 7 ഇരട്ടിയായി പകരം ചെയ്യണമേ. അപ്പോൾ അങ്ങയുടെ ജനമായ ഞങ്ങൾ, അങ്ങയുടെ മേച്ചിൽ പുറങ്ങളിലെ ആടുകൾ എന്നേക്കും അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കും. തലമുറകളോളം ഞങ്ങൾ അങ്ങയുടെ സ്തുതികൾ പാടും. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങളെ ഉപദ്രവിക്കാനിരിക്കുന്നവർ, താഴ്ത്തിക്കെട്ടാനിരിക്കുന്നവർ, നിങ്ങളുടെ സ്ഥലക്കച്ചവടങ്ങളെ തടസ്സപ്പെടുത്തുന്നവർ, നിങ്ങളുടെ ശുശ്രൂഷകളെ തടസ്സപ്പെടുത്തുന്നവർ, നിങ്ങളുടെ സൽപ്പേരിനെ തടസ്സപ്പെടുത്തുന്നവർ, നിങ്ങളുടെ സമ്പത്തിനെ തടസ്സപ്പെടുത്തുന്നവർ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. മക്കളെ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, സൗഖ്യത്തിന്റെ ആത്മാവേ, ജ്ഞാനത്തിന്റെ, അറിവിന്റെ, വിവേകത്തിന്റെ, ഓർമ്മശക്തിയുടെ, വിവേചന വരത്തിന്റെ, രോഗശാന്തി വരത്തിന്റെ, വിടുതലിന്റെ വരത്തിന്റെ ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, വചനത്തിന്റെ ആത്മാവേ, ഈ മക്കളിൽ വന്ന് വസിക്കണമേ. ആമേൻ. പറഞ്ഞ മക്കളെ ആമേൻ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ കൂപ്പി പിടിച്ച് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, പിതാവായ ദൈവത്തിന്റെ നാമത്തിൽ, കത്തോലിക്ക സഭയുടെ ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ, കൂദാശകളുടെ ശക്തിയാൽ, എൻ്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ, കർത്താവായ യേശുവിന്റെ നാമത്താൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. നാരകീയ ശക്തികളെ, അന്ധകാര സേനകളെ, ദുഷ്ടാത്മ സംഘങ്ങളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ, ഈ വചനം കേൾക്കുന്ന, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളും ബാധകളും രോഗങ്ങളും തിന്മകളും ഉണ്ടാക്കുന്ന സകലവിധ അന്ധകാര ശക്തികളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. കടബാധ്യതകളെ ബന്ധിക്കുന്നു, കലഹങ്ങളെ ബന്ധിക്കുന്നു, കുടുംബ തകർച്ചകളെ ബന്ധിക്കുന്നു, നിരന്തരമായ രോഗങ്ങളെ ബന്ധിക്കുന്നു, പകർച്ചവ്യാധികളെ ബന്ധിക്കുന്നു, കടബാധ്യതകളെ ബന്ധിക്കുന്നു, ജോലി തടസ്സങ്ങളെ ബന്ധിക്കുന്നു, കല്യാണ തടസ്സങ്ങളെ ബന്ധിക്കുന്നു, ജോലി തടസ്സങ്ങളെ, ജോലി സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങളെ ബന്ധിക്കുന്നു, കുടുംബ പ്രശ്നങ്ങളെ ബന്ധിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ, അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. സ്തുതിച്ച മക്കളെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Ordino e comando con la forza di Dio Onnipotente, nel nome di Gesù Cristo Salvatore, per l'intercessione della Vergine Immacolata, a tutti gli spiriti immondi di lasciare immediatamente, di lasciare definitivamente, di andare nell'inferno eterno, incatenati da San Michele Arcangelo, San Gabriele, San Raffaele, dai nostri angeli custodi, scacciati sotto il calcagno della Vergine Santissima Immacolata. Alleluia, alleluia, alleluia. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ, അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ, അത്ഭുതകരമായ രോഗശാന്തി നടക്കട്ടെ, അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രാർത്ഥന നിങ്ങളുടെ മൊബൈൽ ഫോണിൽ, വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടുക. നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, ബന്ധുമിത്രാദികൾക്കും, പരിചയക്കാർക്ക്, നിങ്ങളുടെ ഗ്രൂപ്പുകളിലും നിങ്ങളിത് ഷെയർ ചെയ്യുക. അവരിത് കേൾക്കുന്നുണ്ടോ, അവരിതിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങളുടെ ജോലി ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. നെയ്യാറ്റിങ്കര വ്ളാത്താങ്കര കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മാസം 9, 10, 11, 12, 13 തീയതികളിലാണ് വ്ളാത്താങ്കര തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്ന കൺവെൻഷൻ. അച്ഛന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണം. അതിനുശേഷം ഞങ്ങളുടെ അച്ഛന്മാരുടെ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. തുടർന്ന് കോട്ടയത്തുള്ള ചിറ്റാടിയിൽ നടക്കുന്ന 28, 29, 30 തീയതികൾ നടക്കുന്ന പകൽ കൺവെൻഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. സാബു അർദോട്ടിൽ ബ്രദറും ഞാനും കൂടി സംയുക്തമായി നടക്കുന്ന കൺവെൻഷനാണ്. എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.